അപ്പോൾ എല്ലാവർക്കും MK വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മാധവദാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ലണ്ടനിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ എല്ലാവരും വായോ, ലണ്ടനിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. വെറുതെ വീട്ടിൽ കിടന്നപ്പോൾ ഒരു 3 മണിയായ സമയത്താണ് കൃഷ്ണ എൻ്റെ അടുത്ത് പറയുന്നത് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന്. ഞാനും ആലോചിച്ചപ്പോൾ ശരിയാന്ന് തോന്നി. ഞങ്ങൾ കുറച്ച് ദിവസം എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോയിട്ട്, ഇവൾക്ക് ജോലി കിട്ടി പിന്നെ ഫുള്ള് ബിസി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകാറില്ല. പിന്നെ കുറേ കാലം നമ്മൾ പ്ലാൻ ചെയ്തുണ്ടാക്കുന്ന തീരുമാനങ്ങളെക്കാൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും ഞങ്ങൾക്ക് എപ്പോഴും എഫക്റ്റീവ്. അങ്ങനെ ഞങ്ങൾ അധികം പ്ലാനൊന്നും ചെയ്യാണ്ട് വൈകിട്ട് ഒരു 5 മണിയായ സമയത്താണ് ഞങ്ങൾ ലണ്ടനിലേക്ക് പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 40 മിനിറ്റേ ഉള്ളൂ ലണ്ടനിലേക്ക്. ഒരുപാട് സ്ഥലമൊന്നും കവർ ചെയ്യാനുള്ള ടൈം നമുക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ടവർ ബ്രിഡ്ജും ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ നിന്ന് പ്ലാൻ ചെയ്ത് പോകുന്നത്. നിങ്ങളിത് വാച്ച് ചെയ്യുമ്പോൾ മാക്സിമം 4K ക്വാളിറ്റിയിൽ വാച്ച് ചെയ്യാൻ നോക്കുക. ബിക്കോസ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ദൃശ്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 4Kയിൽ കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഭംഗി തോന്നുന്നത് നിങ്ങൾക്ക്. ഇതാണ് ട്യൂബ്. ഇത് ലണ്ടനിലെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെയും താഴെ കാണുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ട്രെയിൻ സിസ്റ്റമാണ് ഈ ട്യൂബ്. നമ്മൾ ഇവിടെ എവിടേക്ക് പോകണമെങ്കിലും ട്രെയിനിൽ എത്തിയിട്ട് ലണ്ടൻ്റെ അകത്ത് നമ്മൾ ട്യൂബാണ് കൂടുതലും ആശ്രയിക്കുന്നത്. ഈ ട്യൂബിൽ എല്ലാ ട്രെയിനിൻ്റെയും മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു മാപ്പ് കാണാം. ആ മാപ്പിൽ നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്, ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടതെന്ന് വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ദാ ഈ കാണുന്നതാണ് ആ മാപ്പ്. ഈ മാപ്പിൽ നമ്മൾ ഏത് ട്രെയിൻ എടുക്കണം, ഏത് സ്റ്റേഷനിൽ ഏത് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങണം എന്നെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇതെല്ലാ സ്റ്റേഷനിലും ഉണ്ട്. അധികം വൈകാതെ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് എത്തി. നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിന്റെ 2 സൈഡ് ഉണ്ട്. നമ്മൾ ഒരു സൈഡിലേക്ക് പോയപ്പോൾ ഇവിടെ സാരി എടുത്തൊരു ചേച്ചിയെ കണ്ടു. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും ഇന്ത്യക്കാരാണ് അവരോടൊന്ന് ഫോട്ടോക്ക് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് എങ്ങാനും പിക്ക് എടുത്ത് തരാൻ പറയുമോ എന്ന് പേടിച്ച് ഞാൻ അവിടെ നിന്ന് മാറിപ്പോന്നു. കാരണം വേറെ ഒന്നല്ല, ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ടും ക്യാമറ പിടിച്ച് നടക്കുന്നതുകൊണ്ടും അവർക്കത് പറയാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ബ്രിഡ്ജിന്റെ മുകളിലായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ട് അതിൻ്റെ നടുക്ക് കൂടെ ഒരു കപ്പൽ പോകുന്നൊരു സീൻ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങളിത് കട്ട് ചെയ്യാണ്ട് മുഴുവൻ ഇരുന്ന് കാണുക ഈ വീഡിയോ. ഇന്ത്യയിൽ നിന്ന് കൊള്ളടിച്ച് കൊണ്ടുവന്നതും അതേപോലെ തന്നെ ഒരുപാട് കോളനി രാജ്യങ്ങളിൽ നിന്നും കൊള്ളയടിച്ച് കൊണ്ടുവന്നതായിട്ടുള്ള മുതൽ കൊണ്ടൊക്കെ കെട്ടിപ്പൊക്കിയിട്ടുള്ളതാണ് ഈ ഏരിയാസൊക്കെ. എന്നിരുന്നാലും എന്തൊക്കെ പറഞ്ഞാലും ക്ലാസിക്കാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട കാഴ്ചകളിലൊന്ന് തന്നെയാണ് ഈ ബ്രിഡ്ജ്. അത് ഓപ്പൺ ആവുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിൻ്റെ മുകളിലുള്ള റോഡിലായിരുന്നു ഞങ്ങൾ കുറച്ച് നേരത്തെ നിന്നിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ അത് ഓപ്പൺ ആവുന്നത്. ഇനി ഇതിൻ്റെ നടുക്ക് കൂടെ ഒരു കപ്പൽ വരും. ആ കപ്പൽ ഇങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം ഇത് പതുക്കെ ക്ലോസ് ആവും. ആ സീനറിയും ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണാനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഒരു കപ്പൽ പോകുന്നുണ്ടല്ലേ. ഈ ഒരു കാഴ്ച കാണാനായിട്ട് അവധി ദിവസവും ഞായറാഴ്ചയും ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ വന്നുകൂടാറുണ്ട്. പിന്നെ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്ങര ചേട്ടൻ പറഞ്ഞ പോലെ ഇവരെല്ലാ വീക്ക് ഡേയ്സിലും പട്ടീനെ പോലെ പണിയെടുക്കും 5 ദിവസം. ബാക്കി വെള്ളിയാഴ്ച ഈവനിങ് ആയി കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇവരുടേതായിട്ടുള്ളൊരു ലോകത്ത്, മറ്റ് ജോലിയുടെ ടെൻഷൻസോ ഒന്നുമില്ല. വീക്കെൻഡ് അവർ ആഘോഷിക്കും. മദ്യവും ബിയറും കുപ്പിയും മറ്റു കാര്യങ്ങളും എല്ലാം ആയിട്ട് അവർ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലോ ഏതെങ്കിലും ഒരു കഫേയിലോ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഒത്തുകൂടും. നമ്മൾ മലയാളീസ് ഇന്നത്തെ കാലത്ത് മറക്കുന്നതും ഇങ്ങനെയുള്ള ഒത്തുകൂടലുകളാണ്. എല്ലാവിധ രാജ്യങ്ങളിലെയും പലവിധ സംസ്കാരങ്ങളും പല റിലീജിയൻസിനെയും നമുക്ക് കാണാൻ സാധിക്കും UK ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ. ഇതിൽ തന്നെ കൊറിയൻസ്, ജപ്പാനീസ്, ആഫ്രിക്കൻസ്, ഇന്ത്യൻസ്, പാകിസ്ഥാനീസ്, സൗദി അറേബ്യൻസ് എന്ന് വേണ്ട ലോകത്തിലുള്ള എല്ലാ കോണുകളിലുള്ള ആൾക്കാരെയും നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഈ ഒരു പാക്കേജിൽ നമുക്ക് എല്ലാ സംസ്കാരങ്ങളും ചുരുക്കി അനുഭവിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും യാഥാർത്ഥ്യം. ഇവിടെ തന്നെ ഒരുപാട് കുട്ടികൾ ഫ്രീ ആയിട്ട് നടന്ന് ചുറ്റുന്നുണ്ട്. അവര് പാർക്കിലെന്ന പോലെ അടിച്ചു പൊളിച്ച് കളിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വന്നപ്പോൾ അത്യാവശ്യം നേരം ഒരു ഈവനിങ് ആയ ടൈമായിരുന്നു. അധികം വെയിലൊന്നുമില്ല. അപ്പം ഈ സമയത്ത് ഈ പുൽമൈതാനത്ത് കിടന്ന് കുറേ ആളുകൾ കാറ്റ് കൊള്ളുന്നുണ്ട്. നല്ല വെതറായിരുന്നു. ഒരുപാട് ചൂടുമില്ല എന്നാൽ ഒത്തിരി തണുപ്പുമില്ല. അങ്ങനത്തെ ഒരു വെതറായിരുന്നു. അതിൻ്റെ മുകളിൽ ഇതാ കാണുന്നു ഇംഗ്ലണ്ടിൻ്റെ കൊടി, അപ്പുറത്ത് UKയുടെ കൊടി. അങ്ങനെ ഞങ്ങൾ ഈ ഒരു കാഴ്ച കണ്ട് ഒന്നും കൂടിയും ആ പാലം അടച്ചപ്പോൾ അതിൻ്റെ മേളിലേക്ക് പോവാന്ന് വിചാരിച്ചു. മേളിൽ വന്നത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് മേളിൽ വന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് തോന്നി. ഞങ്ങൾ ഇതിൻ്റെ മേളിലെത്തിയതിന് ശേഷം ഞങ്ങൾ മാത്രമായിരുന്നില്ല, അവിടെ ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. തൊട്ടു മുമ്പായിട്ട് തുറന്നു കൊടുത്തൊരു പാലമാണ് ഇപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൊരു ടെക്നോളജി എന്ന് വരുമോ എന്തോ. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല.
അത് ഇവരുടെ ആ ഒരു ബുദ്ധി സാമർഥ്യവും മറ്റു കാര്യങ്ങളും കാലങ്ങൾ മുൻപേ തന്നെ ഇവരിവിടെ ട്യൂബും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് ട്രെയിൻ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഇവിടെ എത്രയോ കാലങ്ങൾക്ക് മുൻപേ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കൊച്ചിയിൽ ഒരു മെട്രോ വന്നപ്പോഴാണ് നമുക്ക് നാട്ടിലുള്ളവർക്കൊക്കെ അതൊരു മഹാ അത്ഭുതമായിട്ട് തോന്നുന്നത്. പക്ഷേ മറ്റു രാജ്യങ്ങളിലൊക്കെ അത് ഒരുപാട് കാലങ്ങൾ മുൻപേ വന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പാലത്തിന്റെ ഒരു പോഷ് സൈഡിലേക്ക് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ ചെറിയ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഊബർ ബോട്ടിലൊക്കെ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഓപ്പൺ ബസ്സുകളും ഉണ്ട്. ഈ ഓപ്പൺ ബസ്സുകളിൽ നമ്മൾ ഏറ്റവും ഡബിൾ ഡെക്കർ ആയിരിക്കും. അതിൻ്റെ മുകളിലത്തെ നിലയിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നഗരത്തിന്റെ കാഴ്ചകളിലൂടെ നമുക്കിങ്ങനെ പോവാം. നഗരത്തിന്റെ ഹൃദയഭാഗത്തിലൂടെ എല്ലാം ആ ബസ് സഞ്ചരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു ഫിഷും അതിൻ്റെ മുകളിലുള്ള ആളെയും കൗതുകത്തോടെ നോക്കുന്ന ഒരു പയ്യനെയും അവൻ്റെ അച്ഛനെയും കാണാം. പക്ഷെ ഈ ഒരു ഭാഗത്തു നിന്നും പാലം കാണാൻ അടിപൊളിയായിരുന്നു ഗൈസ്. ഞങ്ങൾ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിയതിനായിരുന്നു ഞങ്ങൾ വന്നതിൽ ഏറ്റവും ഭംഗി. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു ഇംഗ്ലീഷുകാരൻ എന്നെ നോക്കി പറയായിരുന്നു ഗരം ഗരം എന്ന്. ഞാൻ നോക്കുമ്പോൾ ഒരു പുള്ളിക്കാരൻ, ആൾക്ക് ഹിന്ദി നല്ല വശമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള കപ്പലണ്ടി കാരമലൈസ് ചെയ്ത് വറുത്തിരിക്കുന്നു പുള്ളി. അപ്പം അത് വിൽക്കാൻ വേണ്ടി പുള്ളി വിളിച്ചു പറയണത്. ഞാൻ കഴിഞ്ഞ വർഷം ഈ സെയിം സ്ഥലത്തേക്ക് വന്നിരുന്നു. ഞാൻ ഒരുപാട് തവണ ലണ്ടൻ വന്നെങ്കിലും ഇവൾ ആദ്യമായിട്ടായതുകൊണ്ട് ഇവൾക്ക് ഓരോ സ്ഥലവും ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഞാനും കൃഷ്ണയും കൂടി മുന്നോട്ട് നടന്നപ്പോൾ ഇവിടെ ലെഫ്റ്റിലൊരു റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം ആ ലെഫ്റ്റിൽ കാണുന്ന റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. അത് നടുക്ക് തീയൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് അവിടെ ഒരു കാപ്പിയൊക്കെ കുടിക്കാതിരിക്കുക. കഴിഞ്ഞ വർഷം എൻ്റെ ഒരു കസിൻ റിലേറ്റീവ്സൊക്കെ എന്നെ വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കാപ്പി കുടിച്ചത് ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ ഓർക്കുന്നു. ഇതിൻ്റെ അങ്ങേ സൈഡിലാണ് ഞാൻ ആ പറഞ്ഞ മനോഹരമായിട്ടുള്ള വ്യൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. കാരണം ആളുകൾ ഇവിടെ ഈവനിങ് സ്പെൻഡ് ചെയ്യാനും കൂടുതലായിട്ടും റെസ്റ്റോറൻറ്റിലും കഫേയിലും അവരുടെ ഫാമിലീസൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ ഞാൻ ഈ കാണിച്ചു തരുന്ന ഈ ഒരു സീനറി എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് റിയൽ ലൈഫിൽ വൺസ് നിങ്ങൾ ഇവിടെ വന്നത് കാണുകയാണെങ്കിൽ ഇത് അതിമനോഹരമായൊരു കാഴ്ചയാണിത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ നടന്നു. ഞങ്ങൾ ഈ ലണ്ടൻ ബ്രിഡ്ജിന്റെ സൈഡിൽ തന്നെയുണ്ട്. പക്ഷെ ഞങ്ങൾ കുറച്ചധികം നേരം നടന്നപ്പോൾ ഇവളുടെ സ്ഥിരം പരിപാടി ഇവൾ എന്നോട് പറഞ്ഞു ഇവൾക്ക് വിശന്ന് തുടങ്ങി എന്ന് പറഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ എനിക്കും വിശന്ന് തുടങ്ങിയിട്ടാ. ഇവള് ബാഗിൽ കുറച്ച് ആപ്പിളും ഓറഞ്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നടന്നപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു കോട്ട കണ്ടായിരുന്നു. അപ്പോൾ ആ കോട്ടയുടെ സൈഡിൽ നിന്നിട്ട് ഇവൾക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തു കൊടുത്തു. അങ്ങനെ ഞാനും കൃഷ്ണയും കൂടി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ കുറച്ചും കൂടിയും ഈ കോട്ട ചുറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കൃഷ്ണയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു വാ എന്നാ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞാലും പുള്ളിക്കാരി നോ ഒന്നും പറയില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ ഒന്നുകൂടി നടന്നു. ഇച്ചുമോളുടെ ബർത്ത്ഡേയുടെ അന്ന് ആക്ച്വലി ഇവിടെ വന്നിട്ട് ഒരു ഡിന്നർ കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷെ അന്ന് നമുക്ക് സമയവും കിട്ടിയില്ല, അതിന് പറ്റിയൊരു സന്ദർഭം ഉണ്ടായിരുന്നില്ല. ആകെ തിരക്കായിപ്പോയി ഗൈസ്. നമ്മുടെ ബാക്കിൽ നിങ്ങൾക്ക് ലണ്ടൻ ബ്രിഡ്ജ് കാണാം. ഇതിന്റെ സൈഡിൽ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഒരുപാട് പബ്ലിക് പ്ലേസസും ഉണ്ട്. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഈവനിങ്ങിൽ ഈ സിനാരിയോ പകർത്താൻ വന്നിരുന്നു. എനിക്ക് ഈ ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളതുകൊണ്ടും ഞാൻ ഓരോരുത്തരുടെ ഫോട്ടോസൊക്കെ ശ്രദ്ധിച്ചു. പലരുടെയും കയ്യിൽ ഹാസൽ ബ്രാൻഡിന്റെ ഒക്കെ ക്യാമറ ആയിരുന്നു. അങ്ങനെ അവരൊക്കെ ഫോട്ടോ എടുത്ത തിരക്കൊന്ന് മാറിയപ്പോൾ ആ ട്രൈപോഡ് വെച്ച് നിൽക്കുന്ന ചേട്ടൻ്റെ നിന്നും ഞാൻ ഇവൾക്ക് 1-2 ഫോട്ടോസ് എടുത്തു കൊടുത്തു. അങ്ങനെ ഇവൾക്ക് എടുത്തു കൊടുത്ത ഫോട്ടോസ് എല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊന്ന് കയറി കാണാം. ഇനി ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് താഴെ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് കയറി കാണാം. നമ്മളെ അതിൽ റീൽസ് ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന കാഴ്ച നമ്മൾ ഇതിന്റെ മറ്റൊരു സൈഡിലേക്ക് എത്തിയപ്പോൾ എടുത്തതാണ്. അങ്ങനെ ഇവളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് ഞാനും കിച്ചുമോളും പതുക്കെ ഇവിടെ നിന്നും നീങ്ങി. നമ്മൾ ഇങ്ങനെ ഒരിക്കലും നിൽക്കുന്നില്ല, നമ്മളിങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നടക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് നടന്ന് നീങ്ങിയപ്പോൾ അങ്ങ് അകലെ നിങ്ങൾക്ക് ആ ഒരു കാഴ്ച കാണാൻ പറ്റും. ആ ഒരു മനോഹരമായ ബ്രിഡ്ജിന്റെ 2 സൈഡും കവറപ്പ് ചെയ്തിട്ടുള്ള ആ കാഴ്ച. അങ്ങനെ ഇതാണ് ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇത് ഇവിടുത്തെ ടവർ ഹില്ല് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ചുമ്മാ കുറച്ച് നേരം നിന്നതിന് ശേഷം അവിടെ നിന്ന് നടന്നപ്പോൾ നമുക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു. ഓൺ ദ വേ ഞങ്ങൾ കുറച്ച് ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെയും കുറച്ച് നടന്നപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനൊരു കാഴ്ച വരെ മുകളിലെത്തിയത്.
ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങ് ദൂരെയുള്ള 1-2 ബിൽഡിങ്ങുകളും കുറച്ച് പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നല്ല ഭംഗിയായിരുന്നു ഇവിടെ നിന്ന് അത് കാണാൻ. നമ്മൾ വളരെ കുറച്ച് നേരം ഇവിടെയും സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ടൈം പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ ഇവിടെ നിന്നും നീങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് നീങ്ങി തുടങ്ങി. ഞങ്ങൾ അടുത്തതായിട്ട് ഈ ബ്രിഡ്ജിൻ്റെ തന്നെ മറ്റൊരു ഏരിയയിലേക്കാണ് പോകുന്നത്. അത് പോകുന്നതിന് മുന്നായിട്ട് ഇവള് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവൾക്ക് പിന്നെയും വിശക്കുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു കുറച്ച് കഴിയട്ടെ, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവള് പറഞ്ഞു നമുക്ക് എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ പോയി നിന്നിട്ട് 1-2 റീൽ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ ആ ട്യൂബ് ഉള്ളിടത്തേക്ക് പിന്നെയും ഒന്ന് പോയ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ നിന്ന് പോയി നമ്മൾ തിരിച്ച് ആ കോട്ടയുടെ സൈഡിലോട്ട് തന്നെ തിരിച്ചു വന്നു. അവിടെ ആ കോട്ടയെ കുറിച്ചുള്ള ചരിത്രങ്ങളെല്ലാം അവിടെ ഇങ്ങനെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചു നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ അതിങ്ങനെ വീഡിയോയിൽ പകർത്തി. എന്നിട്ട് നമ്മൾ മുന്നോട്ട് നടന്നു. ഇതിൻ്റെ സൈഡിലുള്ള ഈ നടപ്പാത നല്ല ഭംഗിയുള്ള ഒരു നടപ്പാതയാണ്. അപ്പോൾ അതിൽക്കൂടെ ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. ഞാൻ ക്യാമറയും പിടിച്ച് നടക്കുന്നു കണ്ടപ്പോൾ ഇജിമോള് എൻ്റെ ഫ്രണ്ടിൽ കയറി നടന്നു. അങ്ങനെ പുള്ളിക്കാരിനെയും ഞാൻ ഈ ക്യാമറയിൽ കവർ ചെയ്തു. പക്ഷെ പുള്ളിക്കാരി ഭയങ്കര തിരക്കിലായിരുന്നു, എല്ലാവരും തട്ടിമാറ്റി ഇങ്ങോട്ട് ഓടിപ്പോവായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നടന്ന് ഇവൾക്ക് വിശന്നപ്പോൾ നമ്മൾ ഒരു കടയിൽ കയറി. പക്ഷെ കടയിലാണെങ്കിൽ മുടിഞ്ഞ തിരക്ക്. അപ്പോൾ ഇവിടെ നിന്നും ഒന്നും മേടിച്ച് കഴിക്കാൻ നമുക്ക് പറ്റും എന്ന് തോന്നുന്നില്ല ഗൈസ്. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതിനിടയിൽ എനിക്ക് നല്ലോണം മൂത്രം ഒഴിക്കാൻ മുട്ടി. ഞാൻ അവിടെ പോയിട്ട് ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് ഈ ബാറിലെ ഈ പെങ്കൊച്ചിനോട് ചോദിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഫെസിലിറ്റീസ് ഇല്ല, പുറത്തൊരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷെ ഞാൻ അവിടേക്ക് പോയി വന്ന സമയത്ത് ആ പബ്ലിക് ടോയ്ലറ്റ് ഓപ്പൺ ആയിരുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബാറിൻ്റെ കാഴ്ചയാണ്. ഇതിൻ്റെ അകത്തുള്ള ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു ബാറാണത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ് ഇവിടെ. അപ്പോൾ ഞാൻ പോയി തിരിച്ചെത്തി. എനിക്ക് അവിടെ നിന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടിയില്ല. കോഴിയും താറാവും മുട്ടയിടാൻ നടക്കുന്ന പോലെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. എനിക്കാണെങ്കിൽ മൂത്രം അങ്ങനെ പിടിച്ചു വെക്കാൻ അധികം ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നടന്നു. അപ്പോൾ ഇവള് പറഞ്ഞു ഇവൾക്ക് വിശക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഈ മൂത്രം ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിന് തീരുമാനം ഉണ്ടാക്കാം. അങ്ങനെ ഞങ്ങൾ നേരെ പോയപ്പോൾ ഇവള് പറഞ്ഞു നമുക്ക് പിസ്സ കടയിൽ ഒന്ന് കയറി നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പിസ്സയുടെ കടയിൽ കയറി നോക്കാം. ഇതൊരു പോഷ് റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു പബ്ബും ആയതുകൊണ്ട് ഇവിടെ അധികം മെനു സിസ്റ്റംസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഈ പിസ്സയിലാണെങ്കിൽ പോലും നമ്മളവിടെ ചെന്ന് നോക്കിയപ്പോൾ 3 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇതിവിടുത്തെ ഏത് ലോക്കൽ ഷോപ്പിലും കിട്ടുന്ന ടൈപ്പ് പിസ്സയാണത്. ഇതിന് അന്യായ കാശും അതേപോലെ തന്നെ 3 ഓപ്ഷൻസ് കൂടുതലുള്ള എന്തെങ്കിലും കടയിൽ നിന്ന് നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഉള്ളടുത്ത് ഈ പിസ്സ നമുക്ക് കഴിക്കണോ, നമുക്ക് വേറെ എന്തെങ്കിലും കഴിച്ചാൽ പോരെ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു നമ്മൾക്ക് വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പതുക്കെ ഇങ്ങോട്ട് നീങ്ങാന്നുണ്ട്. ഞാൻ സോപ്പിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് തന്നെ ഞാനൊരു കാഴ്ച അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ചങ്ങോട്ട് നമ്മൾ നടന്ന് നീങ്ങിയ സമയത്ത് നമ്മളുടെ ഇടത് ഭാഗത്തായിട്ട് നമ്മൾ വിംബിൾഡൺ അവിടെ പ്ലേ ചെയ്യുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കാണാനായിട്ട് അവിടെ ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ട്. വിംബിൾഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെന്നീസ്, ഇവിടുത്തെ UK ഒഫീഷ്യലായിട്ടുള്ള ടെന്നീസ് ടൂർണമെന്റിന്റെ പേരാണ് വിംബിൾഡൺ. അത് ഇവിടുത്തെ റോയൽ ആയിട്ടുള്ള ഒരു ഗെയിമായിട്ട് ആളുകൾ സങ്കല്പിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരുപാട് പേര് ആ ഗെയിം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഗെയിം ഇവിടെ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാണാനായിട്ട് ഇതിന്റെ സൈഡിൽ ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കുറച്ച് പിള്ളേർ ഇവിടെ സ്കേറ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾ ആ കാണുന്നത് കണ്ടോ, അതിന്റെ താഴെ ഒരു കാർ ഇരിക്കുന്നുണ്ട്, റേസിംഗ് കാർ. അതൊരു അടിപൊളി സൈറ്റ് ആയിരുന്നു. അപ്പൊ ആ റേസിംഗ് കാറിന്റെ ഏത് മോഡലാണെന്ന് എനിക്കറിയില്ല. കുറച്ചു നേരം ഈ ദൃശ്യങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തി ഞങ്ങൾ അവിടെ നിന്നു. പുള്ളിക്കാരിക്ക് നല്ല രീതിക്ക് വിശന്ന് തുടങ്ങി. പുള്ളിക്കാരനും പറഞ്ഞിട്ട് കാര്യമില്ല, സ്വാഭാവികമായിട്ടും നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പതുക്കെ നീങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ നീങ്ങി ഞങ്ങളുടെ കട കണ്ടുപിടിച്ചു ഗൈസ്. ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ്സ് ഉള്ള കടയിൽ, എനിക്ക് സ്ട്രീറ്റ് ഫുഡ്സ് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ജപ്പാനീസ് കടയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ കോംബോ ഓഫേഴ്സ് വെച്ചിരുന്നു. നമുക്ക് ഒരുപാട് വിഭവങ്ങൾ അതിലുണ്ട്. ബീഫ്, ചിക്കൻ, സ്പ്രിംഗ് റോൾസ്, അതേപോലെ തന്നെ പ്രോൺസ്, ഫ്രൈഡ് പ്രോൺസ് ലോലിപോപ്പ്, അതിലേക്ക് നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, നമുക്ക് എന്ന് വേണ്ട എല്ലാ ഐറ്റംസും, ചൈനീസ് രീതിയിലുള്ള എല്ലാ ഐറ്റംസും നല്ല അടിപൊളിയായിട്ട് നല്ല സ്വാദോടെ കുക്ക് ചെയ്ത് അവർ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു കുപ്പി വെള്ളവും വാങ്ങി, ഒരു കോക്കും വാങ്ങി, 2 ബഫേ പോലുള്ള 2 പ്ലേറ്റ് ബോക്സ് മീൽ നമ്മൾ വാങ്ങി. അപ്പോൾ പെൺകുട്ടി എന്നോട് ചോദിച്ചു നിങ്ങൾ എന്നെ ഫിലിം ചെയ്യാണോ? പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന പുള്ളിക്കാരനോട് അത്ര
യൂട്യൂബ് ചാനൽ. ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമുക്ക് ഫുഡൊക്കെ തന്ന് ഞങ്ങൾ കഴിക്കാനായിട്ടൊരു ബെഞ്ച് വന്നിരുന്നപ്പോൾ എനിക്ക് എൻ്റെ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് ഗ്രൗണ്ട്സ്മാൻ ഒരു വീഡിയോ കോൾ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാനത് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളെടുത്ത വീഡിയോ ആണിത്. ഇതാണ് നമുക്ക് കിട്ടിയ ഫുഡ്. അങ്ങനെ നമ്മൾ ഈ ഫുഡ് ഇവിടെ നിന്ന് കഴിച്ച് തീർത്ത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാർ ഒരു ആപ്പിളൊക്കെ എടുത്തു. ആ ആപ്പിളൊക്കെ എടുത്ത് കടിച്ച് തിന്ന് നമ്മൾ പതുക്കെ അവിടെ നടന്നു. അങ്ങനെ നടന്ന് നമ്മൾ ബ്രിഡ്ജിന്റെ ഇങ്ങേ തലക്കിലെത്തി. ഇങ്ങേ തലക്കിൽ ഇവിടെ ഒരു ചെറിയൊരു കപ്പലിന്റെ ചെറിയൊരു ആർക്കിടെക്ചർ പോലത്തെ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന്റെ സൈഡിലും ഒരുപാട് കഫേസും അതേപോലെ തന്നെ ഡ്രിങ്ക്സ് കിട്ടുന്ന കടകളും എല്ലാം ഉണ്ട്. തനതായിട്ടുള്ള യൂറോപ്യൻ സ്റ്റൈലിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരുപാട് ഹിസ്റ്റോറിക്കൽ മൊന്യൂമെന്റ്സ് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ കപ്പലിന്റെ ഈ ഒരു ചിത്രം പകർത്തുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ക്യാമറ ഇല്ലാതെ എൻ്റെ ശരിക്കുള്ള കണ്ണുകൾ കൊണ്ട് ഞാൻ ആ കണ്ട കാഴ്ച എനിക്കിവിടെ വിവരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അത്രയും ഭംഗിയാണ് ഇത് കാണാൻ. ഞാനിത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും ഇവളിത് ആദ്യമായിട്ടായിരുന്നു കണ്ടത്. ഇവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കാഴ്ച. നല്ല രസമുണ്ടായിരുന്നു. അതിൽ ആ ലൈറ്റ് ഇട്ടിട്ട് ആ കുട്ടി ഒരു ഇന്ത്യക്കാരൻ കുട്ടിയാണ്. ആ കുട്ടി അത് അവിടെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് പതുക്കെ നീങ്ങിയാലോ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി അതിൻ്റെ ഇടയ്ക്ക് ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നീങ്ങി. അപ്പൊ നമ്മൾ ഈ കല്ലിട്ട പാതയിലൂടെ ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ നടന്നു. നേരെ നടക്കുമ്പോൾ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. അത് ലണ്ടൻ ബ്രിഡ്ജിന്റെ തന്നെ സ്റ്റേഷനാണ്. നമ്മൾ നേരത്തെ വന്നിറങ്ങിയ സ്റ്റേഷൻ തൊട്ടപ്പുറത്തെ സ്റ്റേഷനായിരുന്നു. അത് വേറെ. അത് അങ്ങേ സൈഡിലാണ് നമ്മളെ കൊണ്ട് നിർത്തിയത്. അങ്ങേ സൈഡിലാണെങ്കിലും കുറച്ച് എളുപ്പം. അത് നല്ല കാഴ്ചകളായിരുന്നുകൊണ്ട് നമ്മളതൊക്കെ അവിടെ കവർ ചെയ്തു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് എനിക്ക് ഒന്നുകൂടി മൂത്രമൊഴിക്കണം എന്ന് തോന്നി. ബിക്കോസ് അത്രയ്ക്കധികം വെള്ളം ഞാൻ കുടിച്ചിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഡ്രിങ്ക്സ് മേടിച്ചാണ് കുടിക്കുന്നത്. ബിക്കോസ് എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാറുണ്ട് ഞാനിവിടെ. സമ്മർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാൻ. അങ്ങനെ എനിക്ക് പിന്നെയും മൂത്രമൊഴിക്കാൻ മുട്ടി. അപ്പൊ എനിവേ റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ നേരെ കാണുന്നത്. അപ്പൊ അവിടെ പോയിട്ട് കുടിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. റോഡൊക്കെ ക്രോസ് ചെയ്യുന്നത് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ചടങ്ങേ അല്ല. എല്ലായിടത്തും നമുക്ക് ഒരു സിഗ്നൽ സ്റ്റോപ്പിനുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അത് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അച്ചടക്കത്തോടു കൂടി ക്രോസ് ചെയ്യാം. എല്ലാ വണ്ടിയും നിർത്തി തരും. പിന്നെ ലണ്ടനിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല റഷുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ റോയൽ ആയിട്ടുള്ള ഒരുപാട് കാറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് എന്തായാലും വെസ്റ്റ് മിൻസ്റ്ററിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ ആ ഒരു പാലസ് പോലുള്ള ആ ഒരു സെറ്റപ്പ് ഒന്ന് കണ്ടിട്ട് പോവാന്നും കൂടി ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇവളത് ഓക്കെ പറഞ്ഞു. ഇവളാണെങ്കിൽ കയ്യും കാലൊക്കെ കഴിച്ചു തുടങ്ങി വേദന എടുക്കുന്നുണ്ട്, നമുക്ക് വീട്ടിൽ പോയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരിക്കാണെങ്കിൽ അവിടെ കാണണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ അടുത്ത കാഴ്ചകളിലേക്ക് പോന്നു. ഇത് നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന എസ്കലേറ്റർ ആണ്. ഈ എസ്കലേറ്ററിൽ കയറി നിന്ന് താഴേക്ക് പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു എസ്കലേറ്റർ ഉണ്ട്. അവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ള അണ്ടർഗ്രൗണ്ട് ട്രെയിൻ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ട്രെയിൻ ലക്ഷ്യമാക്കി ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇതിനെ ഇവിടെ ട്രെയിനല്ല ട്യൂബ് എന്നാണ് പറയുന്നതെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇവിടുത്തെ ഈ ഒരു എസ്കലേറ്റർ സിസ്റ്റം നല്ല രസമായിരുന്നു ആക്ച്വലി കാണാൻ. ഇത് നല്ല താഴേക്കാണ് ഈ പോകുന്നത്. നല്ല രസമാണ് ഈ ഒരു ട്യൂബ് സിസ്റ്റം കാണാൻ. നിങ്ങൾ മുമ്പ് UK വ്ളോഗ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പം ഇതിന്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് മൂവീസിന്റെയും ഒരുപാട് പുസ്തകത്തിന്റെയും അഡ്വർടൈസ്മെന്റ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ ഇറങ്ങി ഞങ്ങൾ അടുത്ത എസ്കലേറ്റർ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു തുടങ്ങി. ഞങ്ങൾ കുറച്ചധികം നടന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അടുത്ത എസ്കലേറ്ററിലേക്കുള്ള ഒരു വഴി നമുക്ക് അവിടെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത എസ്കലേറ്ററിലേക്ക് പോയി. നമ്മുടെ ലക്ഷ്യം വെസ്റ്റ് മിൻസ്റ്റർ സ്റ്റോപ്പാണ്. നമ്മൾ അപ്പോൾ ഒറ്റ ട്രെയിൻ കയറിയാൽ മതി. അവിടെ നിന്ന് തന്നെ നമുക്ക് ലണ്ടൻ വിക്ടോറിയയിലാണ് ഞങ്ങൾ വന്നിറങ്ങിയത് ട്രെയിൻ. പിന്നെ ലണ്ടനിലേക്ക് ട്രെയിനിന് വരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കാറൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്കത് ഒരു പാർക്കിങ്ങുള്ള സ്പേസ് കിട്ടില്ല. നമ്മളപ്പോൾ അടുത്ത ട്രെയിൻ നമ്മൾ വെസ്റ്റ് മിൻസ്റ്ററിലോട്ട് പിടിച്ച് പോവാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ എൻ്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത് ഒരു ഇംഗ്ലീഷുകാരി പെൺകുട്ടിയാണ്. ഇപ്പുറത്ത് നിൽക്കുന്നത് ഒരു ചേട്ടനാണ്. ഇവരൊക്കെ ജോലി കഴിഞ്ഞ് വീട് ലക്ഷ്യമാക്കി പോകുന്ന ആളുകളാണ് തോന്നുന്നു. തൊട്ടപ്പുറത്ത് ഇപ്പൊ ഇരിക്കുന്നത് ഒരു ജപ്പാൻകാരി പെണ്ണാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സംസ്കാരങ്ങൾ പുലരുന്നൊരു നാടാണ് ലണ്ടൻ. അങ്ങനെ നമ്മൾ ഇതിന്റെ അടുത്തെത്തിയായിരുന്നു. അവിടെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ വിൽക്കുന്ന ഒരു കട കണ്ടു. ഇവിടെ 5 ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ 5 പൗണ്ട്. ഒരു ഐറ്റത്തിന് 1 പൗണ്ട്. ഞാൻ പിടിച്ചു നോക്കിയപ്പോൾ ഒരു ബസ്സിന്റെ ടയർ ഊരി പോന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഇതിലും നല്ലത് ഇന്ത്യയിൽ കിട്ടും. അവിടെ എഴുതി തൂക്കിയിട്ടുണ്ട് 1 പൗണ്ട് എന്ന്. ഇത് പോളണ്ടുകാരാണ് ഇവിടെ ഈ കച്ചവടം നടത്തുന്നത്. അതിന്റെ സൈഡിലായിട്ട് തന്നെ നോർത്ത് ഇന്ത്യൻസ് നടത്തുന്ന മറ്റൊരു കച്ചവടവും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിസുന്ദരമായ ഒരു കാഴ്ചയായിരുന്നു ഗൈസ് ഇത്. വെസ്റ്റ് മിൻസ്റ്ററിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഈ കണ്ടത്. ഇവിടുത്തെ ഈ കത്തീഡ്രൽസും മറ്റു കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ രാത്രിയിലെ വെട്ടത്തിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. നിങ്ങൾ ഈ
വീഡിയോ കാണുമ്പോൾ ഇത് 4K കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ക്വാളിറ്റി 4K ആണെന്ന് ഉറപ്പുവരുത്തുക. ബിക്കോസ് ഞാൻ കണ്ട കാഴ്ചകളെല്ലാം എനിക്ക് ക്യാമറയിൽ പകർത്തുമ്പോൾ ഇത്ര ഭംഗി എനിക്ക് അത് വിവരിക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ ഉള്ള ഭംഗി നിങ്ങൾ കാണുമ്പോൾ ആ ഒരു ദൃശ്യം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മൾ അവിടെ നിന്ന് പതുക്കെ നടന്നു തുടങ്ങി. ആളുകളെല്ലാം തിരക്കെല്ലാം ഒഴിവാക്കി പതുക്കെ വീടണയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പം കാണുന്നത്. എനിവേ, അതിന് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ള മറ്റൊരു വീഡിയോ കാണിച്ചു തരാം. ഇത് ഞാൻ എൻ്റെ ഇൻസ്റ്റാ 360 എടുത്താണ്. നല്ല ക്ലാരിറ്റി ഉള്ളൊരു വീഡിയോ ആയിരുന്നു ഇത് ഞാൻ നേരത്തെ ആഡ് ചെയ്യാൻ മറന്നതാണ്. അപ്പോൾ ഇവളുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവളുടെ ഒരു വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അത് ആഡ് ചെയ്തില്ലെങ്കിൽ പുള്ളിക്കാരിക്ക് വിഷമായാലോ. ഇതാ കാണുന്നതാണ് ലണ്ടൻ ഐ. ഈ ലണ്ടൻ ഐ അടിപൊളി ഒരു കാഴ്ചയാണ്. അത് നമ്മൾ ലണ്ടൻ ഐയുടെ സൈഡിൽ നിന്നും നമുക്ക് കാണുമ്പോൾ അത്യാവശ്യം വലിയൊരു യന്ത്രഊഞ്ഞാലാണത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഈവനിങ്ങും അത്യാവശ്യം ആസ്വദിച്ച് ഇപ്പോൾ അവിടെ ഒരു പ്രതിമ നിങ്ങൾക്ക് കാണാം. നല്ല ഭംഗിയില്ലേ ഇത് ഞാൻ എൻ്റെ റീലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി അടിപൊളിയായിട്ട് ആ റീലിൽ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ആ കാണുന്ന പാലസിൻ്റെ ആ ഒരു വ്യൂ. അതിനുശേഷം നമ്മൾ ഓരോ കുപ്പി വെള്ളമൊക്കെ മേടിച്ച് നമ്മൾ ചെറിയ രീതിക്ക് 2 ടക്കീല പോലത്തെ ബിയറൊക്കെ മേടിച്ച് കുടിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ സ്ഥിരം പരിപാടി പുള്ളിക്കാരി ട്രെയിനിൽ കയറി. നമ്മൾ വിക്ടോറിയ സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ കയറിയ വഴിക്ക് തന്നെ സ്ഥിരം പരിപാടി തുടങ്ങിയിരിക്കുന്നു ഗൈസ്. ഉറങ്ങി. ഞാനാണെങ്കിൽ കുറച്ചധികം നേരം പുള്ളിക്കാരിനെ ഇട്ട് തട്ടി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഉറങ്ങി. അവളറിയാതെ തന്നെ ഞാനൊരു വീഡിയോ എടുത്ത് നമ്മൾ വീട് ലക്ഷ്യമാക്കി പോവുകയാണ്. ഇപ്പോൾ എൻ്റെ വീട് ഇവിടുന്ന് ഏറെക്കുറെ ഒരു 40 മിനിറ്റ് ട്രെയിൻ ഇരിക്കണം, 45 മിനിറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ചില്ലിഹാം സ്റ്റോപ്പിൽ ഇറങ്ങും. അവിടെ നിന്ന് ഞങ്ങൾ നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ എൻ്റെ വീട്ടിലോട്ട്. എനിവേ, ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് പോകുന്ന ട്രിപ്പുകളെല്ലാം നമ്മൾ അടിപൊളിയാവാറുണ്ട്. അതേപോലെ തന്നെ ആയിരുന്നു ഈ ട്രിപ്പും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്